ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു പുളിയഞ്ചീര റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നല്ല പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ. കുരുമില്ലാത്ത പുളിയാണ്. അപ്പോൾ അത് പിഴിഞ്ഞ് കൂടുതൽ വെള്ളമൊന്നുമില്ലാതെ നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ പിഴിഞ്ഞ് വെച്ചു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഉപ്പ് പിന്നെയും നമ്മൾ ഇട്ട് കൊടുക്കണം പാകത്തിന് നോക്കിയിട്ട് കേട്ടോ. അങ്ങനെ ഇത് അടുപ്പത്ത് വയ്ക്കണേ, കത്തിക്കാൻ നോക്കുക കേട്ടോ. ഞങ്ങൾ ഗ്യാസുമ്മലൊന്നുമല്ല, അടുപ്പത്ത് തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കത്തിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്ന ശേഷം പിന്നെ അത് ഒന്ന് നല്ലവണ്ണം തിളച്ച് വന്നിന് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പുറത്തേക്ക് പോവുക എപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇഞ്ചി നല്ല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച്, അതേപോലെ തന്നെ പച്ചമുളക് നടു കട്ട് ചെയ്താണ് കേട്ടോ. അങ്ങനെ അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എപ്പോഴും ഇളക്കണം, അല്ലെങ്കിൽ തിളച്ച് പുറത്തേക്ക് പൊന്തിപ്പോവേ. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കായാണ് കേട്ടോ. LG കായാണ്, പൊടിയല്ല കേട്ടോ. കായത്തിൻ്റെ കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഇട്ട് അതേപോലെ തന്നെ അത് അടിയിൽ ഇങ്ങനെ പിടിച്ച് കിടക്കും. അതിന് വേണ്ടി നല്ല ഇളക്കി വെച്ചിട്ടോ. പിന്നെ അതാ നന്നായി അത് ഒന്ന് തിളച്ച് വന്ന ശേഷം ശർക്കര ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 5-8 കഷ്ണം ശർക്കര വെച്ചാണ്. നല്ല പുളിയാണ്. അപ്പോൾ നല്ല പുളിയുണ്ട്. അതിന് വേണ്ടിയിട്ട് 8 കഷ്ണം ശർക്കര വെച്ചിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് എന്ന ശേഷം നമ്മളിതാ കടുക് ഉലുവയും വറക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. അങ്ങനെ ഉലുവ വറക്കണേ. പിന്നെ അതിൽ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവയും കടുകും വറുത്ത് പൊടിക്കാനുള്ളതാണേ. അപ്പോൾ രണ്ടും നന്നായി മൂപ്പായി വന്നിട്ടോ ഇളക്കി പൊടിച്ചേക്കണേ. അതിന് ശേഷം നമ്മളിത് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ല അത്യാവശ്യം കുറുകി വന്നിട്ടോ. നമ്മൾ അടി പിടിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. എല്ലാം അത്യാവശ്യം കുറുകി വന്നെ. എന്ന ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയും കടുകും കൂടി പൊടിച്ചതാണ് കേട്ടോ. നന്നായിട്ട് പൊടിച്ച് വെച്ചതാണ്. അതിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. എല്ലാം ഇളക്കി പാകമാക്കി വയ്ക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു വിധം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ കേട്ടോ നമ്മളതൊക്കെ വറവ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതാക്കണേ. നന്നായി കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയ ശേഷം ഇനി ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളക് ഇട്ട് കൊടുക്കണേ. അത് നന്നായി ഒന്ന് മൂത്ത് വരണേ. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വരോളം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും ഒരുവിധം മൂത്ത് തുടങ്ങി കേട്ടോ. അതിന് ശേഷം അതിലേക്ക് പിന്നെ വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലൊന്ന് മൂത്ത് വരണേ. അങ്ങനെ മൂത്ത് വന്നതിന് ശേഷം നമ്മളത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കട്ടെ മൂക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ചട്ടിയിലേക്ക് വറവ് ഒഴിച്ച് കൊടുക്കുകയാണേ. ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം കേട്ടോ. ഞാൻ അവിടുന്ന് അടുപ്പത്തുനിന്നാണ് ഇറക്കി വെച്ചത്. അപ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് തന്നെ വയ്ക്കുകയാണേ. ഇനി അടുപ്പത്ത് വെച്ച് ചൂടാക്കണമെന്ന് ആവശ്യമില്ല. നല്ല വറ്റി കുറുകി വന്നതാട്ടോ. അങ്ങനെ ഇവിടെ ഇങ്ങനെ ആയിട്ടോ. അപ്പം നല്ല കുറുകിയിട്ട് നമുക്ക് നല്ല പാകമായി കിട്ടിയിരിക്കണം കേട്ടോ. അധികം വെള്ളമില്ല, നല്ല കട്ടിയല്ലാതെ ഒരുവിധം നല്ല ഇതായി വന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം.